ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉമ്മയൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം ആശാനയിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് റെസിപ്പീസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കേട്ടോ. ഒരു കാൽച്ചായ അതിന് മുന്നായിട്ട് കുടിക്കട്ടെ. ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര തിരക്കാട്ടോ. ഉമ്മിപ്പൊക്കെ വന്നു. അതിന് മുന്നേ വീട് കാണാൻ വേണ്ടിയിട്ട് ഗസ്റ്റ് വരവും അങ്ങനെയൊക്കെ ആയിരുന്നു. ഉമ്മിപ്പി വന്നപ്പോൾ ഓരോ കാണാൻ വരവും ഞങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഓരോരുത്തരെ വിസിറ്റ് ചെയ്യാൻ പോകും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. പിന്നെ അതിനിടയിൽ ചെറിയ ചെറിയ ഷൂട്ട്സൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചിലതൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ തിരക്കൊക്കെ ആയിട്ട് യൂട്യൂബിലേക്ക് വീഡിയോസ് വരുന്നില്ല. അതുപോലെ തന്നെ എന്നെ തന്നെ ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നോക്കണേൽ കുറച്ചൊരു മടിയുള്ള ആളാണ്. അപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ സ്കിൻ കെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ ഇങ്ങനെ കുറച്ച് തിരക്കായപ്പോൾ വീണ്ടും അതൊക്കെ നിർത്തിവെച്ചു. അപ്പം ഫേസൊക്കെ കുറച്ചൊക്കെ തന്നെ പിമ്പിൾസൊക്കെ ചെറുതായിട്ട് വരാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും സ്കിൻ കെയറൊക്കെ തുടങ്ങിയിട്ടോ, ചെറുതായിട്ട് വീണ്ടും ട്രാക്കിലേക്ക് വരാം. എന്നാൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടൊന്ന് ഫേസ് ഒക്കെ ഒന്ന് കഴുകി നോക്കാം. ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഇതിന്റെ ന്യൂ ആൻഡ് ബെസ്റ്റ് എവർ ഫോർമുലയാണ് കേട്ടോ വരുന്നത്. ഇതെന്റെ സ്കിന്നിന് സൂപ്പർ എഫക്റ്റീവ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹിമാലയയുടെ ഈ ഒരു പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഫേസ് വാഷ് നീം മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതല്ല കേട്ടോ. നീം പ്ലാന്റിന്റെ 5 പവർഫുൾ പാർട്സും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന്റെ തളിരിലകളും അതുപോലെ തന്നെ അതിന്റെ മെച്ചോർഡ് ലീവ്സും അതിന്റെ സ്റ്റെമ്മും ഫ്ലവറും അതിന്റെ ഫ്രൂട്ടൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് വാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോപ്പ് ഫ്രീ, പിന്നെ ഇതിൽ സ്കിൻ ഫ്രണ്ട്ലി pH കൂടെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ ഫേസ് ക്ലീൻ ആയിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പിമ്പിൾസ് റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്നുള്ളത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും ലഭിക്കുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഗ്രാബ് ചെയ്യാം. അങ്ങനെ ഇതാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വെക്കേഷൻ്റെ സമയത്ത് നമ്മളിവിടെ കോഴിക്കോട് നിന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്ന ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. പക്ഷെ അത് സൺഡേ ആയപ്പോൾ ക്ലോസ്ഡ് ആണെന്ന് കാണിച്ചു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറൊരു സ്പോട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് നമ്മൾ മലപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടിലേക്ക് ഷിഫ്റ്റ് ആക്കിയോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. കുട്ടികളുടെ സ്കൂളും ഒക്കെ മലപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീക്കെൻഡിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒഴിവ് ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് വന്നിട്ട് സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാന്. അങ്ങനെ ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊരിച്ച പത്തിരിയും പൊറോട്ടയും കട്ടിപ്പത്തിരിയും ഒക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് പോരുന്ന വഴിയിൽ നമുക്ക് മുക്താർ ബീച്ചിൽ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വഴിയാണ് കേട്ടോ തിരിച്ചു വരുന്നത്.
കുറച്ച് നേരം അവിടെ ഇരുന്ന് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ വില്ലയിലുള്ള ലാലിത്ത നമ്മളെ വിളിച്ചിട്ട് അവിടെ മയിലുണ്ട് നമ്മളെ വീടിൻ്റെ മുകളിൽ പീലി വിടർത്തി നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്താനായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എന്തായാലും തിരിച്ചു പോവുമല്ലോ എന്നൊക്കെ. പക്ഷേ ഞങ്ങളവിടെ ചെന്നപ്പം അപ്പുറത്തെ വീട്ടിൽ ടെറസിൻ്റെ മുകളിൽ മയിൽ പീലി വിടർത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മതിൽ അതവിടെ തലതാ അവിടെ ഉണ്ട്. മേലെ റൂമിൽ നിന്ന് കാണും ഈ കരം അമ്മേ വിഴലി മേലക്ക് റൂമിൽ നിന്ന് കാണും. ആയിവാ 3 മയിലുകളുണ്ട്. 2 പെൺമയിലും 1 ആൺമയിലുമാണ്. ആൺമയിൽ അവിടെ പീലി വിടർത്തി അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പം നമ്മളെ ഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കണ്ടോ. അങ്ങനെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെൺമയിലുകൾ 2 അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആൺമയിലവിടെ പുറത്തേക്ക് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അതും അങ്ങനെ ഓടിച്ചാടി അങ്ങനെ റോട്ടിലൂടെ അങ്ങനെ അപ്പുറത്തെ കാട്ടിലേക്ക് അങ്ങനെ പോയി കേട്ടോ. ഇനി ആസ് യൂഷ്വൽ നമുക്ക് ലഞ്ച് പരിപാടിയിലേക്ക് നീങ്ങാം. ഇപ്പോൾ ലഞ്ചിനുള്ള കുക്കിംഗ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉപ്പാക്ക് ഉപ്പാൻ്റെ 10 മണിത്തെ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. ചിലരൊക്കെ ഈ ഒരു ചായ ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രത്തിൻ്റെ ലിങ്ക് ചോദിക്കലുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നെസ്റ്റോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഷെസിനും ഷേസിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളെ കൂടെ പോന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവർക്കുള്ളത് പാർസൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ കോഴിക്കോട് നിന്ന് തിരിച്ചു പോരുന്ന ദിവസമാണ്. അപ്പോൾ അവിടെ ഉള്ള പച്ചക്കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം സവാളയാണ് കൂടുതലുള്ളത്. അപ്പോൾ വിചാരിച്ചു അത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ ഒരു തോരൻ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്ന ഒരു തോരനാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വാർത്തെടുക്കട്ടെ. അപ്പോൾ ഈ വാർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് കൺസോവ റൈസ് ഡ്രൈനറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അതും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ സിങ്കിലോ ഒക്കെ ചോറ് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ ഇവിടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുകിട്ടിട്ട് പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും പിന്നെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇത് ഞാൻ അധികമുള്ള
ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അത് കട്ട് ചെയ്തിട്ടൊന്ന് ബോക്സിലേക്ക് ആക്കി വെക്കട്ടെ, എന്നാൽ പിന്നെ നമ്മൾ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ വില്ലയിൽ വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ. പിന്നെ ഇതങ്ങനെ ഫ്രീസറിൽ വെക്കട്ടെ. ഇതാ സവാളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു സവാളത്തോരൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് ഞാൻ അധികം സവാള ഇവിടെ ഉള്ളതുകൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ തോരൻ റെഡിയായി. ഇനി ബാക്കിയുള്ള കുക്കിങ്ങും കൂടെ പെട്ടെന്ന് കഴിക്കട്ടെ. ഇന്ന് നമുക്ക് തിരിച്ച് പോകാനുള്ളതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വേണം പോവാൻ. തക്കാളി താളിക്കാണ് കേട്ടോ ചെയ്യുന്നത് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള തക്കാളി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം വരുന്ന തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രീസറിലേക്കും കുറച്ച് കയറ്റി വെക്കട്ടെ. പിന്നെ തക്കാളി താളിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതിൽ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചു, അതുകൊണ്ട് പിന്നെ ഇടുന്നില്ല. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കുള്ള തക്കാളി താളിച്ചത് റെഡിയായി. പക്ഷെ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് അങ്ങനെയാണ് ഇഷ്ടം. അങ്ങനെ ഇതാ ലഞ്ചിനുള്ള കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അങ്ങനെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഇതാ അപ്പോൾ ഈ ഒരു കാർപ്പറ്റും കാര്യങ്ങളൊക്കെ പോണതിൻ്റെ മുന്നേ എല്ലാം ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം എടുത്ത് വെക്കാൻ. പിന്നെ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ പിന്നെയും ഇതെടുത്ത് വിരിക്കും. അങ്ങനെയാണ് ചെയ്യൽ. ഇത് അഗാരോൻ്റെ വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാർപ്പറ്റുകളും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള ചോറ് ഞാൻ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചട്ടിച്ചോറ് കഴിക്കട്ടെ. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നൊന്ന് ക്ഷീണമൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നമ്മൾ ആശിയാനയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി വഴിയിൽ നിന്ന് എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകണം. ഷേസനെ ഇന്ന് കണ്ടിട്ടേ ഇല്ലല്ലോ. ഷേസക്ക് തലേദിവസം പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ക്ഷീണത്തിലായിരുന്നു.
അങ്ങനെ ഒരു 7:30 ആയപ്പം നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നിർത്തി. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി കൂട്ടിലങ്ങാടി വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.